കോടതി. വ്യാഴാഴ്ചയായിരിക്കും ശിക്ഷാവിധി ഉണ്ടാകുന്നത്. 2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലെന്നാണ് ചെന്താമര മറുപടി നൽകിയത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലും പ്രതിയാണ് ചെന്താമര. അയൽവാസിയായിരുന്ന പോത്തുണ്ടി തിരുത്തമ്പാട ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ഓഗസ്റ്റ് 31 ചെന്താമര വെട്ടിക്കൊന്നത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് ഒരു മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നം മൂലം ചെന്താമരയുടെ ഭാര്യയും മക്കളും അകന്നു കഴിയുകയായിരുന്നു. ഇതിനു കാരണം സജിതയും കുടുംബവും ദുർമന്ത്രവാദം നടത്തുകയാണെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു. വീടിന്റെ പിറകുവശത്ത് വാതിലിലൂടെ അകത്തു കയറിയാണ് സജിതയെ വെട്ടിക്കൊന്നത്. മരണം ഉറപ്പിച്ച ശേഷം വീട്ടിൽ തിരിച്ചുവന്ന് വെട്ടാൻ ഉപയോഗിച്ച കത്തി അലമാരയ്ക്കടിയിൽ ഒളിപ്പിക്കുകയും രക്തക്കറ പുരണ്ട ഷർട്ട് കത്തിച്ചു കളയുകയും ചെയ്തു. തുടർന്ന് പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ചെന്താമരയെ 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പിടികൂടിയത്. ഈ കേസിൽ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അഗ്നിശമന സേനാംഗം ഷോക്കേറ്റ് മരിച്ചു. ഇലക്ട്രിക് വയറിൽ കുടുങ്ങിയ പ്രാവിനെ രക്ഷിക്കുന്നതിനിടെയാണ് യുവാവിന് ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. മഹാരാഷ്ട്രയിലെ അഗ്നിശമന സേനാംഗമാണ് ഷോക്കേറ്റ് മരിച്ചത്. ഇലക്ട്രിക് വയറിൽ കുടുങ്ങിയ പ്രാവിനെ രക്ഷിക്കുന്നതിനിടെയാണ് സംഭവം. ഉത്സവ് പാട്ടിലാണ് അന്തരിച്ചത്. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഭവം. ദിവാഷിൽ റോഡിലെ ഗർഡിഗാവിലെ സുദാമ റെസിഡൻസിക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. ഡോറന്റ് പവർ കമ്പിയുടെ ഓവർഹെഡ് വയറുകളിൽ പ്രാവ് കുടുങ്ങിയതായി താനെ ഫയർ ബ്രിഗേഡിന് ഫോൺ സന്ദർശനം ലഭിച്ചു. ദിവ ബീറ്റ് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗം ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിനിടെ 2 അഗ്നിശമന സേനാംഗങ്ങൾ അബദ്ധത്തിൽ ഒരു ഹൈടെൻഷൻ ഇലക്ട്രിക് കേബിളിന്റെ സ്പർശിക്കുകയും വൈദ്യുതാഘാതമേൽക്കുകയും ചെയ്തു. ദിവായിലെ ദാദിവാദി സ്വദേശിയായ ഉത്സവ് പാട്ടീൽ മരിക്കുകയും ചെയ്തു. വില കുറച്ച് മീൻ വിൽപ്പന നടത്തിയതിന് കച്ചവടക്കാരന് മർദ്ദനം. പെപ്പർ സ്പ്രേ കണ്ണിൽ അടിച്ചതിനു ശേഷമാണ് 2 അംഗ സംഘം ആക്രമണം നടത്തിയത്. കൊല്ലം ഭരണിക്കാവിൽ വില കുറച്ച് മീൻ വിറ്റതിന് മർദ്ദനം. കണ്ണൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു 2 അംഗ സംഘം ആക്രമണം നടത്തിയത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. മത്സ്യമെടുക്കാനായി നീണ്ടകരയിലേക്ക് കണ്ണൻ പോകാനായി ഒരുങ്ങുന്നതിനിടെയാണ് വീടിന് സമീപം ഒളിച്ചിരുന്ന 2 പേർ ഇയാളെ ആക്രമിച്ചത്. കമ്പി കൊണ്ട് ശരീരത്തിൽ അടിക്കുകയും തടഞ്ഞപ്പോൾ കുരുമുളക് സ്പ്രേ അടിക്കുകയും ചെയ്തുവെന്നാണ് കണ്ണൻ പറയുന്നത്. സമീപത്തെ കടകളിലേക്ക് വില കുറവിൽ മീൻ വിറ്റതാണ് മർദ്ദനത്തിനിടയായത്. കണ്ണൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തടയാനെത്തിയ ഇയാളുടെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റു. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് പോലീസിന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. വന്ദേ ഭാരതിന്റെ അടുക്കളയ്ക്ക് നോട്ടീസ്. വൃത്തിരഹിതമായി ഭക്ഷണം പാചകം ചെയ്തത് ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെട്ടതിനെ തുടർന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വന്ദേ ഭാരത് തീവണ്ടിയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണമുണ്ടാക്കുന്ന തൈക്കാട്ടുള്ള ബേസ് കിച്ചണിൽ നടന്ന പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതായി കണ്ടെത്തി. തീവണ്ടികളിലും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും നൽകുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായി റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ഓപ്പറേഷൻ പൊതിച്ചോർ എന്ന പേരിൽ പ്രത്യേക പരിശോധനയിലാണ് കണ്ടെത്തൽ. തുടർന്ന് കിച്ചൺ അധികൃതർക്ക് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകുകയും ചെയ്തു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ഹോട്ടലുകളിലും ടീ ഷോപ്പുകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്നായിരുന്നു പരിശോധന. RSSനെതിരെ കുറിപ്പെഴുതി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രേരണാകുറ്റം ചുമത്തി പോലീസ്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് പ്രേരണാകുറ്റം ചുമത്തിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവാവ് തന്റെ ആത്മഹത്യക്കുറിപ്പ് പുറലോകത്തെ അറിയിച്ചത്. RSSലെ പ്രമുഖ നേതാവിനെതിരെയാണ് ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പേജിൽ പറയുന്ന NM എന്ന ആളെ പ്രതി ചേർത്തിട്ടുണ്ട്.
പോലീസിന് ഇയാളെ ഏകദേശം മനസ്സിലായെന്നാണ് ലഭിക്കുന്ന സൂചന. ആളെ തിരിച്ചറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. യുവാവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തത്. അതേസമയം സത്യം പുറത്തു വരണമെന്ന് RSSും ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് RSSന്റെ കോട്ടയം വിഭാഗം കരിഞ്ഞാപ്പള്ളി DYSPക്കും RSSന്റെ ദക്ഷിണ വിഭാഗം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നും ദുരൂഹത നീക്കണമെന്നും RSS പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. RSS ശാഖയിൽ നിന്ന് പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകൾ മരണമൊഴിയായി ഇൻസ്റ്റാഗ്രാമിലൂടെ എഴുതി ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്താണ് യുവാവ് ജീവനൊടുക്കിയത്. 4 വയസ്സുള്ളപ്പോൾ തന്നെ RSSുകാരനായ ഒരാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നും RSS എന്ന സംഘടനയിലെ പലരിൽ നിന്ന് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും യുവാവ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പറയുന്നു. തന്നെ നിരന്തരം ബലാത്സംഗത്തിനിരയാക്കിയ ആൾ മൂലം OCD ഉണ്ടായെന്നും പാനിക് അറ്റാക്ക് ഉണ്ടായെന്നും യുവാവ് കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. തനിക്ക് ജീവിതത്തിൽ ഇത്രയധികം വെറുപ്പുള്ള മറ്റൊരു സംഘടനയില്ലെന്നും ജീവിതത്തിൽ ഒരിക്കലും RSS പ്രവർത്തകരെ സുഹൃത്ത് ആക്കരുതെന്നും യുവാവ് പറയുന്നു. അത് അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിലും അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് RSSുകാരെന്നും യുവാവ് പറയുന്നുണ്ട്. യുവാവിന്റെ മരണം വലിയ രീതിയിൽ RSSനെതിരായി വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്.